നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ സ്പെയിൻ നേരിടുന്നത് ഫ്രാൻസിനെയാണ്. അത് തീരുമാനമായി. ഫ്രാൻസ് നേരത്തെ എതിരില്ലാത്ത 2 ഗോളിന് മൊറോക്കോയെ തോൽപ്പിച്ച് സെമി ഫൈനലിലെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ സ്പെയിൻ ബെൽജിയത്തെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സെമി ഫൈനലിലെത്തി. ഇനി ഫ്രാൻസും സ്പെയിനും ഈ ലോകകപ്പ് നേടും എന്ന് സകലരും പ്രവചിക്കുന്ന 2 ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ, ഫ്രാൻസും സ്പെയിനും. അപ്പോൾ ഇക്കാര്യം മാധ്യമപ്രവർത്തകർ സ്പാനിഷ് സൂപ്പർ താരം ലാമിൻ യമാലിനോട് ചോദിച്ചു. ഇനി ഫ്രാൻസാണല്ലോ എതിരാളികൾ, എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഫ്രാൻസിനെയൊക്കെ ഞങ്ങൾ സമീപകാലത്ത് 2 തവണ തോൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടുന്നില്ല. ഫ്രാൻസിനെ ഏതെങ്കിലും ടീമിന് തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങളാണ്. ഞങ്ങളെ ഫ്രാൻസ് ഭയക്കണം, പേടിക്കണം എന്നാണ് ലാമിൻ യമാൽ പറഞ്ഞത്. നമുക്ക് കാണാം, തുടർച്ചയായി 3ാമത്തെ ലോകകപ്പ് ഫൈനലിലേക്ക് ഫ്രാൻസ് പോകുമോ, അതോ ഞങ്ങൾ തുടർച്ചയായി 3ാമത്തെ വട്ടം ഫ്രാൻസിനെ തോൽപ്പിക്കുമോ? ഈ കാര്യങ്ങളിൽ തീരുമാനമാകും. ഞങ്ങൾക്ക് യാതൊരു പേടിയും ഇല്ല എന്ന് തന്നെയാണ് യമാൽ പറയുന്നത്. പേടിക്കേണ്ടത് ഫ്രാൻസാണ് ഞങ്ങളെ. കാരണം ഫ്രാൻസിനെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ തോൽപ്പിച്ചിട്ടുള്ളതും അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കാണിച്ചിട്ടുള്ളതും സ്പെയിനാണ്. അതുകൊണ്ട് സ്പെയിനിനെ ഫ്രാൻസ് ഭയക്കണം എന്നാണ് ലാമിൻ യമാൽ പറയുന്നത്. യമാൽ എന്തായാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കളി മറ്റൊന്നാണല്ലോ. ഫ്രാൻസും തുല്യ ശക്തികൾ തന്നെയാണ്. സ്പെയിനിനെ പോലെ തന്നെ ഒരുപക്ഷെ സ്പെയിനേക്കാൾ ആധിപത്യമുള്ള ഒരു ടീമാണ്. എന്തായാലും യമാൽ പറഞ്ഞത് ശരിയാവുമോ ഇല്ലയോ എന്ന് അറിയാൻ ജൂലൈ 15-നാണ് ഈ മത്സരം. അന്ന് വരെ കാത്തിരിക്കണം.